കുട്ടിച്ച കുട്ടിച്ച ആരാ? ഇങ്ങോട്ട് കേറി വന്നോളൂ. ആരാ? ഞാൻ കുട്ടിച്ചനൊന്ന് കാണാൻ വന്നത്. എവിടുന്നാ? ഞാൻ അനാമികയുടെ ഭർത്താവാ. ഓ, മൈഥിലി എപ്പോഴും പറയാറുള്ള കുട്ടി. എന്താ വിശേഷിച്ച്? കുട്ടിച്ചനൊന്ന് കാണണമെന്ന് പറഞ്ഞിരുന്നു. ചായ എടുക്കാൻ നേരത്തെ പാല് നോക്കിയപ്പോ ഇല്ല. ഇവിടെ തൊട്ടപ്പുറത്തെ കടവരെ പോയിരിക്കുക. ഇപ്പൊ വരും. ഇവിടെ ഇരിക്കാൻ വിരോധം ഇല്ലെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ പുറത്തേക്ക് ഇരുന്നോളൂ. സാരമില്ല, ഇവിടെ ഇരുന്നോളാം. ഞാൻ ഈ ഇരിപ്പാ. എഴുന്നേൽക്കാനോ നടക്കാനോ ഒന്നും പറ്റില്ല. കാലം കുറച്ചായി. ആ, ഭൂമിക്ക് ഭാരമായി കുറച്ചു പേര് വേണം. അല്ല, മോനിപ്പോ എന്താ ചെയ്യുന്നേ? ഞാനൊരു ബിൽഡേഴ്സിന്റെ മാനേജറായിരുന്നു. ആ ജോലി വിട്ടു. ഇപ്പോ സാരംഗിന്റെ ഓഫീസിൽ ജോലിക്ക് ചേർന്നാലെന്നുള്ള ആലോചനയില്. ഓ, അപ്പോ അതാണ് കുട്ടിച്ചൻ കാണണോന്ന് പറഞ്ഞത്. ആരാ അകത്ത്? ആ, കുട്ടിച്ചൻ വന്നു. എന്നാ ശരി, ഞാൻ അങ്ങോട്ട് പോട്ടെ. ആഹാ, താനോ? ഇരിക്കൂ. തമ്മിൽ കണ്ടപ്പോഴൊക്കെ നമ്മൾ മുഖം മുറിഞ്ഞേ സംസാരിച്ചിട്ടുള്ളൂ അല്ലേ രഞ്ജിത്ത്? അത് സാരമില്ല കുട്ടിച്ച. വേറൊന്നുമല്ല, സാരംഗിന്റെ കുടുംബം എനിക്കെന്റെ സ്വന്തം കുടുംബം തന്നെയാ. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കുമ്പോ മുമ്പിൽ ആരാ, അവരെ വേദനിപ്പിക്കോ എന്നൊന്നും ഞാൻ നോക്കാറില്ല. എനിക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അല്ല, കുട്ടിച്ചൻ എന്താ കാണണമെന്ന് പറഞ്ഞേ? താൻ സാരംഗിന്റെ കമ്പനിയിലെ മാനേജർ ആവുന്നു അല്ലേ? അങ്ങനെ ഒരു താല്പര്യമുണ്ട്. നന്നായി. ആ കുടുംബത്തിനും അവരുടെ സ്ഥാപനത്തിനും ഒരു അത്താണി അത്യാവശ്യമാ. ഞാൻ വിളിപ്പിച്ചത് വേറൊന്നുമല്ല, കൂടെ നിൽക്കണമെന്ന് പറയാൻ തന്നെയാ. എന്റെ ശ്രമം അത് തന്നെയാ. നല്ലത്. സാരംഗിന്റെ കമ്പനിയുടെ മൊത്തത്തിലുള്ളൊരവസ്ഥ എന്താണെന്ന് രഞ്ജിത്ത് ഒന്ന് പരിശോധിക്കണം. അയാൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണ നിശ്ചയമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കമ്പനി കാര്യങ്ങളിൽ സാരംഗിന്റെ കണക്കുകൂട്ടലുകൾ കൃത്യമാ. ശരി, അങ്ങനെ ആയിക്കോട്ടെ. എന്നാലും തന്റെ കാര്യമായൊരു ശ്രദ്ധയുണ്ടാവണം, അതാ ഞാൻ പറഞ്ഞത്. എന്നിട്ട് വല്ലപ്പോഴൊക്കെ ഇങ്ങോട്ടൊന്ന് ഇറങ്ങ്. സാരംഗിന്റെ കമ്പനിയിൽ താൻ ജോലി ചെയ്യാന്ന് പറഞ്ഞാൽ താൻ ഈ കുടുംബത്തിലെ ഒരു അംഗമായി എന്നർത്ഥം. അങ്ങനെ പറഞ്ഞു പോയതില് ഈ വൃദ്ധനോട് വിഷമമൊന്നും ഇല്ലല്ലോ അല്ലേ? തീർച്ചയായിട്ടും ഇല്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് കുട്ടിച്ചനെ കണ്ടോളാം. ഈ കുടുംബത്തിലെ അംഗമായി എന്നുള്ള പ്രയോഗം എനിക്കിഷ്ടമായി കേട്ടോ. അപ്പൊ പിന്നെ കുടുംബാംഗത്തിന്റെ ഡ്യൂട്ടി ഞാനും കാണിക്കണമല്ലോ. എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ കുട്ടിച്ച. സന്തോഷം. ശരി. അച്ഛന്റെ കാര്യം അങ്ങനെയാ. വന്ന വഴി, പോയ വഴി. ഹലോ, എന്താ അരുൺ? ആ, ICUലുള്ള പേഷ്യൻ്റില്ലേ മഹേഷ്, അയാളുടെ സാച്ചുറേഷൻ പെട്ടെന്ന് കുറഞ്ഞു. നൗ ഇറ്റ് ഈസ് നിയർലി 1. എന്തു പറ്റി? രാവിലെ സാച്ചുറേഷൻ സ്റ്റഡി ആയിരുന്നല്ലോ. ആ, ഞാൻ ഓട്ടോ നേരിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മാഡം ഒന്ന് വന്നായിരുന്നെങ്കിൽ നന്നായിരുന്നു. ഞാനിപ്പോ തന്നെ ഇറങ്ങാം. അരുൺ പേഷ്യന്റിന്റെ അടുത്ത് തന്നെ ഉണ്ടാവണം. സ്നേഹ, ക്രിട്ടിക്കൽ ICUലൊരു പേഷ്യന്റിന് സാച്ചുറേഷൻ പെട്ടെന്ന് കുറഞ്ഞു. എനിക്കിപ്പോ അങ്ങോട്ട് പോണം. ഹോസ്പിറ്റലിൽ ഇത് സാധാരണ സംഭവമല്ലേ മാം? അരുൺ എഫിഷ്യന്റ് അല്ലേ? അരുണിന് കൈകാര്യം ചെയ്യുന്ന കാര്യമല്ലേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാൽ കുട്ടിക്ക് മനസ്സിലാവില്ല. കുട്ടി ഇപ്പൊ പഠിച്ചിട്ടല്ലേ ഉള്ളൂ, പ്രാക്ടീസ് ചെയ്തിട്ടില്ലല്ലോ. അനാമിക, താൻ ഇവിടെ തന്നെ കാണുമല്ലോ. ഞാനൊന്ന് പോയി നോക്കിയിട്ട് പെട്ടെന്ന് വരാം. ഈ അരുൺ എന്താ കാണിക്കുന്നേ? എന്ത് കാര്യത്തിനും മാം മാം. സ്വന്തമായിട്ട് ഒരു ഡിസിഷനും ഇല്ല. സ്നേഹ,
ഞാനും മൈഥിലി കുറെ നാളായിട്ട് നല്ല കൂട്ടുകാരാ. ഏത് കാര്യത്തിലും മൈഥിലി നമ്മുടെ അഭിപ്രായങ്ങൾ കാതു കൂർപ്പിച്ച് കേൾക്കും. പക്ഷെ ഹോസ്പിറ്റൽ ഡ്യൂട്ടിയുടെ കാര്യത്തിൽ മൈഥിലി ആർക്കും ഒന്നിനും നിർബന്ധിക്കാൻ പറ്റില്ല. അയാൾ പോയിട്ട് പെട്ടെന്നെങ്കിലും വരുവോടോ? നമുക്ക് ആവശ്യത്തിന് സമയമുണ്ടല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. ഞാൻ കുറച്ചു മുമ്പ് കാര്യമായിട്ടും ചെക്ക് ചെയ്തായിരുന്നു. വാ. മഹേഷ്, ഇപ്പൊ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല മാഡം. വോമിറ്റ് ചെയ്യാനോ വേറെന്തെങ്കിലും അസ്വസ്ഥതകളോ തോന്നുന്നുണ്ടോ? ഇല്ല. തല ചുറ്റുന്ന പോലെ എന്തെങ്കിലും തോന്നല്? കുറച്ച് സമയത്തേക്ക് ഒരു ഇരുട്ട് പോലെ തോന്നി. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. സിസ്റ്റർ. മാഡം, സെയിം ഇഞ്ചക്ഷൻ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ മാഡം. മഹേഷിന് ടെൻഷൻ ഉണ്ടോ? എന്തിനാ ടെൻഷൻ? മഹേഷിന് എന്തെങ്കിലും സംഭവിക്കുന്നോ? അങ്ങനെ ഒരു ചിന്തയും വേണ്ട. ഞങ്ങളൊക്കെ മഹേഷിന് വേണ്ടിയല്ലേ ചുറ്റും നിൽക്കുന്നത്. ഇയാൾക്കൊന്നും സംഭവിക്കില്ല. പിന്നെ ഞങ്ങൾ ഈ മരുന്ന് തരുന്നതൊക്കെ അല്പം കോൺഫിഡൻസോടുകൂടി മഹേഷ് സ്വീകരിക്കുമ്പോഴാണ് അസുഖം പെട്ടെന്ന് മാറുക. മനസ്സിലായോ? ഞാൻ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ചും ജോലിയെക്കുറിച്ചുമൊക്കെ. ഇപ്പോഴത്തെ പ്രശ്നം മഹേഷിൻ്റെ ഈ ഉത്കണ്ഠയാണ്. ഞാനൊരു ഇഞ്ചക്ഷൻ തരാം. പക്ഷേ അതുകൊണ്ട് ഇത് പൂർണ്ണമായിട്ടൊന്നും മാറാൻ പോകുന്നില്ല. താനൊരു കോൺഫിഡൻസിലെത്ത്. വിത്തിൻ ഡേയ്സ് താൻ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. താൻ തൻ്റെ ജോലിയിൽ തിരിച്ചു പ്രവേശിക്കും. അങ്ങനെ ഉറപ്പിച്ച് തീരുമാനമെടുക്ക്. പിന്നെ കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. താങ്ക് യു മാം. പിന്നെ ഞാനിന്ന് ലീവായിരുന്നു. മഹേഷിൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് വന്നത്. താനൊന്ന് സ്റ്റഡിയാവുന്നവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. ചിയർ അപ്പ് മാൻ. ഇതൊക്കെ കുഞ്ഞു കാര്യങ്ങളല്ലേ? ഓക്കെ മഹേഷ്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും അയാളെ ഒന്ന് ചിയറപ്പ് ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. പക്ഷേ ഇപ്പം അയാളുടെ മുഖത്ത് നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ചില പേഷ്യൻസിൻ്റെ അടുത്ത് മരുന്നുകളെക്കാളും നല്ലത് കനമുള്ള ചില വാക്കുകളാണ്. എനിക്ക് തോന്നുന്നത് മഹേഷിൻ്റെ കണ്ടീഷൻ ഇനി സ്റ്റേബിൾ ആവും. മാമിൽ നിന്ന് ഇനി ഒരുപാട് എനിക്ക് പഠിക്കാനുണ്ട്. ചുറ്റുമുള്ള മനുഷ്യരോട് സംസാരിക്കുന്നത് വേറൊരാളെ നോക്കി പഠിക്കാൻ പറ്റില്ല. അത് നമ്മുടെ മനസ്സിന്ന് വരേണ്ടതാ. തനിക്ക് കനിവും കരുണയൊക്കെ മനസ്സിലുണ്ടല്ലോ. അതൊന്ന് പ്രയോഗത്തിൽ വരുത്താൻ നോക്കിയാൽ മതി. ഗുണം ചെയ്യും. സത്യത്തിൽ നിങ്ങളുടെ റിലേഷൻ കാണുമ്പോൾ അസൂയ തോന്നിപ്പോവും ആർക്കാണെങ്കിലും. അതിന്റെ കാരണം മൈഥിലിയാ. മൈഥിലിയോളം തുറന്ന മനസ്സോടെ ചിന്തിക്കാൻ മറ്റാർക്ക് സാധിക്കില്ല. നമ്മളൊരൽപ്പം അകന്നു പോവാൻ തീരുമാനിച്ചാൽ തന്നെ മൈഥിലിയുടെ പെരുമാറ്റം നമ്മളെ വല്ലാതെ അങ്ങ് പിടിച്ചടുപ്പിക്കും. അതെനിക്കറിയാം. അങ്ങനൊരു കഴിവ് മൈഥിലി മാമിനുണ്ട്. ചേച്ചി, ഒരു കാര്യം ചോദിക്കട്ടെ? എന്താ? ഞാനൊരു ഔട്ട്സൈഡറാ. നിങ്ങൾ കുടുംബക്കാരാണെന്ന് പറഞ്ഞ് പറയാതിരിക്കരുത്. വലിയ മുൻകൂർ ജാമ്യാണല്ലോ. എന്തായാലും പറ. ആക്ച്വലി സാരംഗ് സാറും മൈഥിലി മാമും തമ്മിലുള്ള പ്രശ്നം എന്താ? ചേച്ചിയുടെ പാർട്ട് ക്ലിയർ ചെയ്തു. സോ നൗ ഇറ്റ്സ് ഓക്കെ. എന്നാലും ഇതിനൊരു സ്ട്രോങ് ബേസ് വേണമല്ലോ. മാമിന്റെ ഭാഗത്തുനിന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? എനിക്കറിയില്ല. സാരംഗ് സാറിന് ചേച്ചിയോട് അടുപ്പം ഉണ്ടായതുപോലെ മാമിന് എന്തെങ്കിലും പഴയ റിലേഷൻസോ മറ്റോ? കുട്ടി ആരെ കുറിച്ച് ഈ പറയുന്നേ? പഠിക്കുന്ന കാലത്ത് മൈഥിലിക്ക് പഠിത്തത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ. അവിടെ വേറൊരാളുടെ നിഴല് പോലും ഇല്ല. അത് മൈഥിലി മാം പറഞ്ഞ അറിവല്ലേ? യാഥാർത്ഥ്യം അതായിരിക്കണമെന്നുണ്ടോ? അതൊരു വല്ലാത്ത സംശയമാണല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം മൈഥിലി പറയുന്നതാണ് യാഥാർത്ഥ്യം.
അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ഉണ്ടാവില്ല. ഒരു കാരണമില്ലാതെ അപ്പൂപ്പൻ താടികൾ കൂടുകൂട്ടുന്നത് പോലെ പ്രോബ്ലം ഉണ്ടാവുക. അതിന്റെ പ്രശ്നങ്ങള് അന്തരീക്ഷത്തിൽ പാറി നടക്കുക. എനിക്കിതൊന്നും എന്തോ വിശ്വസിക്കാൻ പറ്റുന്നില്ല. എവിടെയോ ആരുടെയോ ഭാഗത്ത് എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്. ആരുടെ ഭാഗത്താ കൂടുതൽ ഉണ്ടാവാൻ സാധ്യത? ഞാനൊരു കൗതുകത്തിന് ചോദിക്കുന്നതാ. സ്നേഹയുടെ ചിന്ത എന്താണെന്നറിയാൻ. ഒരു കൗതുകത്തിൽ ഞാൻ മറുപടി പറഞ്ഞാൽ മേ ബി അത് മാമിന്റെ ഭാഗത്തായിരിക്കും. ഇത്രയും തുറന്ന മനസ്സോടെ ഒരാളുടെ അടുത്ത് പെരുമാറുന്നതല്ലേ, അത് എവിടെയെങ്കിലും എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ? അരുൺ പറഞ്ഞു തന്നതിൽ കൂടുതൽ മൈഥിലിയെക്കുറിച്ച് സ്നേഹിക്ക് എന്തെങ്കിലും അറിയോ? അരുൺ ഒരിക്കലും മൈഥിലിയെക്കുറിച്ച് ഒരു ദുസ്സൂചന തരില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം മൈഥിലി അയാൾക്ക് എല്ലാമാ, ഈവൻ ദൈവത്തിന്റെ സ്ഥാനത്ത് പോലും. യെസ്, അതെനിക്കറിയാം. ഞാനിങ്ങനൊന്നും ചോദിച്ചു എന്ന് അരുൺ അറിയരുത് കേട്ടോ. ഏയ് ഇല്ല. പക്ഷേ മറ്റുള്ളവരുടെ വിഷയത്തിലൊക്കെ തലയിട്ട് നോക്കാൻ ഒരു പ്രത്യേക വാസനയുണ്ട് സ്നേഹയ്ക്ക്. അത് ചുമ്മാ തോന്നുന്നതാ. എന്നെ ബാധിക്കുന്ന കാര്യങ്ങള് ഞാൻ അല്പം ഗൗരവമായിട്ട് നോക്കാറുണ്ട്. എന്നെ ബാധിക്കുന്നാണെങ്കിൽ മാത്രം, ബാക്കിയെല്ലാം ചുമ്മാ. ഞാൻ ചേച്ചിയെ ബോറടിപ്പിച്ചോ? ഇല്ല, സ്നേഹ സംസാരിച്ചോളൂ. നമുക്കേ എന്തായാലും അകത്ത് ചെന്നിരിക്കാം. മാം വരാൻ സമയം എടുക്കും തോന്നുന്നു. എക്സ്ക്യൂസ് മീ മാം. സോറി മാം, ഞാൻ വിളിച്ചു വരുത്താൻ പാടില്ലായിരുന്നു. നോക്കൂ അരുൺ, ഇതുപോലത്തെ ന്യായങ്ങളൊന്നും എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത കാര്യമാണ്. അരുൺ എന്നെ വിളിച്ചത് തൻ്റെ ഒരു പേഴ്സണൽ കാര്യത്തിനൊന്നും അല്ലല്ലോ, എൻ്റെ പേഷ്യൻ്റെ കാര്യത്തിനല്ലേ. ഇറ്റ്സ് ഓൾവേസ് മൈ ഡ്യൂട്ടി. അപ്പോൾ പിന്നെ ന്യായീകരണം എന്തിനാന്ന് എൻ്റെ ചോദ്യം. സോറി മാം. ഒരു ദിവസം ഇത് എത്ര പ്രാവശ്യം പറയും ഈ സോറി? മാം വേണമെങ്കിൽ വീട്ടിലോട്ട് പോയിക്കോളൂ. പോകാം. പേഷ്യൻ്റ് ഒന്ന് സ്റ്റേബിൾ ആവട്ടെ, അല്ലെങ്കിൽ എനിക്ക് അവിടെ ഇരുന്ന് ഒരു സമാധാനവും കിട്ടില്ല. സ്നേഹ കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഉണ്ടെങ്കിൽ അതിന് സോറി പറയാനാണോ? അല്ല മാം, ഓപ്പണായി പറഞ്ഞാൽ അവൾ അല്പം പകുതിരിവില്ലാത്ത കൂട്ടത്തിലാ. ഞാൻ അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവളെ പറഞ്ഞ അവിടെ വിട്ടത്. എന്നാലും ഒരു ആ കുട്ടി വളരെ ഈസി ആയിട്ട് എന്നോട് പെരുമാറിയത്. ഇപ്പോൾ അനാമിക വീട്ടിലുണ്ട്, സ്നേഹയ്ക്ക് ബോറൊന്നും അടിക്കില്ല. ഓഹോ, അത് നന്നായി. അനാമികയോട് ഞാൻ വരാൻ പറഞ്ഞത് വെറുതെ ഒരു കൂട്ടിനാ. സ്നേഹയെ നേരിടാനൊരു കൂട്ട്, അതാണ് ഉദ്ദേശിച്ചത്. സ്നേഹയ്ക്കൊരു കൂട്ട്, അതാണ് ഉദ്ദേശിച്ചത്. കൃത്യസമയത്ത് നീ വിളിക്കുമ്പോൾ എനിക്ക് വരാനും കഴിഞ്ഞല്ലോ. അല്ലെങ്കിൽ ആ കുട്ടി അവിടെ ബോറടിച്ചിരിക്കേണ്ടി വരും. ചിലപ്പോ മാം ചെല്ലുമ്പോൾ അവൾ പോയിട്ടുണ്ടാവും. എങ്ങോട്ട്? അയാളുടെ അച്ഛൻ തിരിച്ചെത്തി. എപ്പോ? അങ്കിള് വന്നിട്ട് കുറേ നേരമായല്ലോ. സ്നേഹ പറഞ്ഞില്ലേ? ഇല്ല. അതെന്തായാലും പറയാണ്ടിരുന്നത്? എന്നാ അത് ഇപ്പൊ തന്നെ ഒന്ന് ചോദിക്കണമല്ലോ. വേണ്ട വേണ്ട, കുറച്ച് കഴിഞ്ഞ് എന്തായാലും അങ്ങോട്ട് പോകുന്നുണ്ടല്ലോ, അപ്പൊ ചോദിക്കാം. മാം, IV കഴിഞ്ഞിട്ടുണ്ട്. ആ ശരി, ഞാൻ വന്നോളാം. ഓക്കെ, വാ നമുക്ക് നോക്കിയിട്ട് വരാം. ശരിക്കും ബോറടിച്ചു. ഞാൻ വരണ്ടായിരുന്നു. ഇങ്ങനൊരു എമർജൻസി വന്നതുകൊണ്ടല്ലേ? അല്ലെങ്കിൽ സ്നേഹ എവിടെ ഇരുത്തി മൈഥിലി ഒരിക്കലും പോവില്ലായിരുന്നു. ഓ, എനിക്ക് അത്ര വലിയ പ്രത്യേകതയൊന്നുമില്ല. ഞാനൊരു ദിവസം കാത്തിരുന്നാലും അതിനേക്കാൾ വലുതായിരിക്കും മാമിന് അരുണിന്റെ ഒരു വിളി. സ്നേഹയുടേത് ഒരു ഫാമിലി വിസിറ്റും അരുണിന്റെ കോള് ഒരു ഹോസ്പിറ്റൽ മാറ്ററും ആണല്ലോ. അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. മോളെ, ആന്റിയോട് പിണക്കമാണോ? ഇല്ല,
അത് പറയണ്ട, ഒരു ചെറിയ പിണക്കം കിടപ്പുണ്ട്. അതാന്റിക്ക് മനസ്സിലാവും. വിട്ടുകളെന്നെ. ആന്റി നിങ്ങളോട് എന്തെങ്കിലും പറയുന്നെങ്കിൽ സ്നേഹത്തിലല്ലേ, ഇഷ്ടക്കൂടുതൽ കൊണ്ടല്ലേ. അമ്മ എവിടെ? സ്നേഹം വന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നില്ല എന്ന് പറഞ്ഞിരുന്നതാ. പെട്ടെന്ന് അരുൺ വിളിച്ചു, പോയി. പോയിട്ട് ഒരുപാട് നേരമായി. ഹോസ്പിറ്റലിലേക്കല്ലേ? അമ്മ ഇനി നോക്കണ്ട. ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറട്ടെ. യാമിമോൾക്ക് വലിയ ഇഷ്ടമാണ് എന്നെ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ഒരു വാക്ക് പോലും എതിർത്ത് പറയാൻ പാടില്ല. അപ്പോഴേക്കും വാടി കരിഞ്ഞു പോവും. കുഞ്ഞല്ലേ, സ്നേഹിക്കുന്നവരിൽ നിന്നൊരു മാറ്റം ഉണ്ടായാൽ മുതിർന്നവര് സഹിക്കില്ല, പിന്നല്ലേ കുഞ്ഞുങ്ങള്. എന്ന് കരുതി ശാസിക്കാൻ പാടില്ലെന്നില്ലല്ലോ. ചില നേരത്ത് മൈഥിലിയുടെ സ്ഥാനം ബോധപൂർവം ഞാനങ്ങ് ഏറ്റെടുക്കും. മൈഥിലിക്ക് പറയാൻ മടിയുള്ള കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യും. നല്ല കൂട്ടുകാരാവുമ്പോ അങ്ങനെയൊക്കെ വേണം. ഞാനൊന്ന് പുറത്തു പോയാലോന്ന് ആലോചിക്കാം. ഇനി എന്തായാലും മൈഥിലി വരട്ടെ. എവിടെയെങ്കിലും പോവാനുണ്ടെങ്കിൽ നമുക്ക് ഒരുമിച്ച് പോവാം. ഞാനിന്ന് സ്നേഹിക്ക് വേണ്ടി ഫുൾ ലീവ് എടുത്തിരിക്കുക. ലീവ് എന്ന് പറഞ്ഞാ കുടുംബകാര്യങ്ങളിൽ നിന്ന് ലീവ്, അത്രേ ഉള്ളൂ. ആ, കുഴപ്പമില്ല. എത്ര വൈകിയാലും മാം വരട്ടെ, ചില കാര്യങ്ങളുണ്ട്. ആ, ഇപ്പോഴാ സ്നേഹ കറക്റ്റ് ആയത്. അത്യാവശ്യം വേണ്ടപ്പെട്ട കാത്തിരിപ്പൊക്കെ ഒരു സുഖാണ് കുട്ടി. അല്ലാതെ ജീവിതത്തിൽ ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ നമുക്ക് കൂട്ടിവെക്കാൻ. ആ, ഞാൻ സ്നേഹോട് ചോദിക്കാനിരിക്കുകയായിരുന്നു, എന്തായി നിങ്ങളുടെ വിവാഹ കാര്യങ്ങള്? എന്തെങ്കിലും ആയാ മാം അറിയാണ്ടിരിക്കോ? അതല്ല, കുറച്ചു കഴിഞ്ഞ് മതിയെന്ന് നിങ്ങൾ തമ്മിലൊരു തീരുമാനം എടുത്തിട്ടുണ്ടോ? എന്റെ ഭാഗത്തൊന്നും അങ്ങനെയൊന്നുമില്ല. പിന്നെ സ്നേഹയുടെ ഭാഗത്തുനിന്നോ? അയാൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല മാം. പക്ഷെ മുമ്പത്തെ പോലെ അയാൾ അങ്ങോട്ടൊരു സ്പീഡ് കാണിക്കുന്നില്ല. ഓ, അത്രേ ഉള്ളോ? അത് ഞാൻ ചോദിക്കാം. ഉം. വിവാഹം കഴിഞ്ഞ അരുൺ സ്നേഹയുടെ വീട്ടിൽ താമസിക്കുന്ന അവരുടെ ഒരു പ്രതീക്ഷ. സ്നേഹയുടെ അച്ഛന്റെ സംസാരത്തിൽ നിന്ന് അങ്ങനെ തോന്നിയിരുന്നു. ഏയ്, അതൊന്നും ശരിയാവില്ല മാം. എന്തോ ഒരു ഷോക്കിംഗ് ആയ കാര്യം കേട്ട പോലെ മറുപടി പറയണ്ട. നോർമലി അദ്ദേഹത്തിന് അങ്ങനെ ആഗ്രഹിക്കാലോ. അല്ല, പ്രത്യേകിച്ച് ഇപ്പം അതിനെന്താ തടസ്സം? ഏയ്, എനിക്ക് ഫാദറിനെ വിട്ട് മറ്റൊരിടത്തേക്കും പോകാൻ പറ്റില്ല മാം. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തോളാം ഫാദർ പറയുമായിരിക്കും. പക്ഷേ എന്നെ കൊണ്ട് അതാവില്ല മാം. ഞാൻ വളർന്നത് ഫാദറിൻ്റെ കൂടെയാണ്. എന്നെ പഠിപ്പിച്ചതും സ്വപ്നം കാണാൻ പഠിപ്പിച്ചതെല്ലാം ഫാദറാണ്. ഫാദറിന് അന്നത്തെ വയസ്സായിട്ട് വരുക. അപ്പോൾ ഞാൻ ഫാദറിൻ്റെ തൊട്ടടുത്തുണ്ടാവണ്ടേ? എന്താ വേണ്ടേ? തീരുമാനമൊക്കെ നല്ലത് തന്നെയാ. ഈ തീരുമാനം എന്നും ഇങ്ങനെ തന്നെ ആവട്ടെ. അതെന്താ മാഡത്തിൻ്റെ സംശയം പോലെ? അരുൺ, വിവാഹം ജീവിതത്തിലെ വേറൊരു ഘട്ടം തന്നെയാ. അതുവരെ ചിന്തിച്ചിരുന്നതും പ്രവർത്തിച്ചിരുന്നതും ഒക്കെ വിവാഹം കഴിഞ്ഞും പലർക്കും കണ്ടിന്യൂ ചെയ്യാൻ പറ്റാറില്ല. പുരുഷന്മാർക്ക് മാത്രമല്ല, സ്ത്രീകൾക്കും. വിവാഹം എനിക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും വരുന്ന തോന്നുന്നില്ല. വിവാഹത്തിന് മുമ്പ് എല്ലാവരും പറയുന്ന ഏറ്റവും നല്ല വാചകം ഇത്. എനിക്കെന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ഞാൻ അത് ആദ്യമായിട്ട് മാഡത്തിനോട് പറയും. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഉപദേശങ്ങൾ ചോദിക്കാൻ മാമിനെ പോലെ വേറെ ആരാ ഉള്ളത്? നല്ല തമാശ. ദാമ്പത്യ ജീവിതം അപകടത്തിൽ നിൽക്കുന്ന എന്നോട് മറ്റൊരാളുടെ ദാമ്പത്യ ജീവിതത്തിന്റെ ഉപദേശം തേടുക, നന്നായിരിക്കും. അത് മാമിൻ്റെ പ്രോബ്ലം മാമിൻ്റെ കുഴപ്പം കൊണ്ടല്ലല്ലോ. വേണ്ട വേണ്ട, നമ്മൾ സംസാരിച്ചു തുടങ്ങിയത് നിങ്ങളുടെ കാര്യമാണ്. അത് എൻ്റെ ജീവിതത്തിലേക്ക് മാറണ്ട. മാം, എൻ്റെ സംസാരം കട്ട് ചെയ്യുകയാണല്ലേ? തീർച്ചയായും. ചില കാര്യങ്ങൾ തുടങ്ങി വെക്കുമ്പോൾ തന്നെ സ്റ്റോപ്പ് ചെയ്യണം. അതർവൈസ് വേണ്ട അരുൺ, നമുക്കെന്തായാലും കുറച്ച് കഴിഞ്ഞ് ഇറങ്ങാം. ഞാൻ ക്യാബിനിലോട്ട് ചെല്ലട്ടെ.